ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. ഏത്തപ്പഴം വച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന വിധം നമുക്ക് കാണാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. ഇനി വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ചേർത്ത് വറുത്തെടുക്കാം. കശുവണ്ടി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരണ്ടിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 5 സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് 4 ഏലക്കയുടെ കുരുക്കൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ തന്നെ ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. നല്ലതുപോലെ പഞ്ചസാരയും തേങ്ങയും എല്ലാം കൂടി നല്ലതുപോലെ മെൽറ്റ് ആകുന്നത് വരെ വറുത്തെടുക്കാം. ഇത് നല്ലതുപോലെ വറുത്തതിന് ശേഷം ഇതിലേക്ക് 2 ഏത്തപ്പഴം കൂടി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ഈ പഴം നമുക്ക് നല്ലതുപോലെ തന്നെ ഈ കയ്യിലും വെച്ച് പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഫ്രൈ ചെയ്യാൻ വെച്ച പാത്രം ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. ഒരു അത്യാവശ്യത്തിന് വേണ്ടി മാറ്റിയതാണ്. ഇനി നല്ലതുപോലെ ഇതുപോലെ തന്നെ നമുക്ക് ഉടച്ച് തീ ഓഫ് ചെയ്ത് നമുക്ക് ഇറക്കി വയ്ക്കാം. നല്ലതുപോലെ ചൂടാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിനുള്ളൊരു കോട്ടിങ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കയ്യിൽ മൈദയും ഒരു കയ്യിൽ അരിപ്പൊടിയും ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തന്നെ ഇത് കലക്കിയെടുക്കുന്നുണ്ട്. കുറച്ച് കട്ടിയുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഈ പരുവത്തിലുള്ള ഒരു ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം നല്ലതുപോലെ തന്നെ ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നല്ലതുപോലെ കൈകൊണ്ട് ഉടച്ചതിന് ശേഷം നമുക്കിത് ഓരോ ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. ഒരുവിധമുള്ള ഒരു ലഡുവിൻ്റെ അത്രമുള്ള ഒരു ഉരുളകളാക്കി മാറ്റി വയ്ക്കാം.
ഇപ്പോൾ ഇത് മുഴുവൻ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. ഇനി ഈ ഓരോ ഉരുള എടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ മുക്കി ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഇത് മുഴുവൻ ഇതുപോലെ തന്നെ നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം നല്ലതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും നല്ലതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ബാക്കിയുള്ളത് കൂടെ ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണിത്. വളരെ ഹെൽത്തിയുമാണ്. അകം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ട്. പുറം നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. വളരെ ടേസ്റ്റുള്ളൊരു സംഭവം തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഓക്കെ, താങ്ക് യു.